അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് കൂടി ഈ ദുരന്തമുഖത്ത് നിന്ന് ചേരുകയാണ്. അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിനെ നടുക്കിയൊരു ദുരന്തം. നാടും നഗരവും പൂരത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. തീർത്തും വേദനാജനകമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. അതും 10-40 പേരുള്ള ഒരു സ്ഥലത്ത്, അതും തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം സാമ്പിൾ വെടിക്കെട്ടും മെയിൻ വെടിക്കെട്ടിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വലിയൊരു ആഘാതം, അത് ആകെ എല്ലാവരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി. ഇപ്പോൾ ഡെത്ത് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇപ്പോഴാണ് വെടിക്കെട്ട് നടന്ന സംഭവ സ്ഥലത്തേക്ക് ഫോഴ്സിന് കടക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര കൂടുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയി. തീർത്തും വേദനാജനകമായ, ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ പൂരങ്ങൾ വലിയ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും മികച്ച നിലയിൽ നടന്ന് അതിലും മികച്ചൊരു പൂരമായിരിക്കും ഇത്തവണ നടക്കാനിരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. തീർച്ചയായും പൂരത്തിനെ സംബന്ധിച്ച് എല്ലാ മുന്നൊരുക്കങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത്. പഴുതടച്ച് എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ വളരെ നാമമാത്രമായ വർഷങ്ങളിൽ മാത്രമാണ് ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളത്. എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ട് നടക്കുന്ന ഒരു പൂരം തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ആർക്കും, ആ സംഭവ സ്ഥലത്തുണ്ടായവരെ ഇപ്പോൾ ACP പിന്നെ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുക. എന്നിരുന്നാലും കഠിനമായ ചൂടാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.